ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇനി വരാൻ പോകുന്നതിന്റെ അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ജസ്റ്റ് എന്താ കാണിച്ചെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. അങ്ങനെ ബാലൻ വല്ലാത്ത സംശയത്തിന്റെ ഉള്ളിലാട്ടോ. എന്നാലും മിത്രയും അതുപോലെ തന്നെ ആര്യനും ഗോമതി മീനാക്ഷിയും ഇവർ നാലുപേരും എന്തോ മറയ്ക്കുന്നുണ്ട്. ഇവരുടെ വിവാഹം കഴിഞ്ഞ ദിവസം ആദ്യം ഗോമതിയും മീനാക്ഷിയും കൂടിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. തൊട്ടു പിന്നാലെ ആര്യനും മിത്രയും വന്ന് ഇവരെന്തായിരിക്കും മറയ്ക്കുന്നുണ്ടാവും. എന്തായാലും ബാലനെ മറച്ചിട്ട് എന്തെങ്കിലും അവർ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാലൻ കണ്ടുപിടിച്ചിരിക്കും. അത് മാത്രല്ല, കള്ളത്തരത്തിന് കൂട്ടുനിന്നവരെയും കള്ളത്തരം ചെയ്തവരെയൊക്കെ ഈ ബാലൻ ദൈവമംഗലത്തിൽ നിന്ന് പുറത്താക്കും. ബാലനും പോകും, ബാലനും അവരെ ഇല്ലാതാക്കും, ബാലനും ഇല്ലാതാവും എന്നൊക്കെ ഉറച്ചു തീരുമാനം എടുക്കാട്ട് ബാലൻ. അങ്ങനെ എന്തായാലും പോകാം എന്ന് പറഞ്ഞിട്ട് ബാലൻ കടയിലേക്ക് പോകാൻ പോകുമ്പോഴേക്കും സ്കൂട്ടി എടുക്കാൻ പോകുമ്പോ ചെറിയൊരു നടുവേദന പോലെ വരുവാണ്. ബാലൻ അവിടെ നിൽക്കുവാട്ടോ. ആ സമയത്ത് തന്നെ അവിടേക്ക് ആര്യൻ എത്തുന്നുണ്ട്. ആര്യൻ നോക്കുമ്പോ ബാലനെ കാണുവാണ്. അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആര്യ, നീ എന്താ ഇവിടെ? ഞാൻ ഡെലിവറിക്ക് വേണ്ടി വന്നതാണ് അച്ഛാ. അല്ല, അച്ഛൻ എന്താ ഇവിടെ? അതോ പെട്ടെന്ന് ചെറിയൊരു നടുവേദന പോലെ തോന്നി, അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ പറഞ്ഞതല്ലേ അച്ഛാ അച്ഛനോട് ഇന്നും കൂടി റെസ്റ്റ് എടുക്കാനായിട്ട്. അച്ഛനല്ലേ കേൾക്കാതെ വന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛൻ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഒരു ദിവസം കൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അല്ല, അച്ഛനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ടാക്സി വിളിക്കാം? ഓട്ടോയിൽ പോകണ്ട അച്ഛാ, നടു നന്നായിട്ട് കുലുങ്ങും. അല്ലെങ്കിൽ എന്റെ വണ്ടി കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് സ്കൂട്ടി കൊണ്ട് വീട്ടിൽ വെച്ചോളാം. അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല ആര്യ. എന്ത് ബുദ്ധിമുട്ടാ അച്ഛാ? അച്ഛനെ നടുവേദന വന്നിട്ടൊരു ബുദ്ധിമുട്ടായല്ലോ എന്നൊരു വിചാരം മാത്രമേ എനിക്കുള്ളൂ. അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് ആര്യൻ ബാലനെ വിളിച്ചോണ്ട് അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്യാട്ടോ. കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, ആര്യ ഒന്ന് നിർത്താവോ വണ്ടി എന്ന് പറയാണ്. എന്താ അച്ഛാ, അച്ഛൻ ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ പുറകിലിരിക്കാൻ? ചെറിയൊരു വേദന പോലെ എന്ന് പറയണം. അങ്ങനെ ബാലൻ വഴിയിൽ ഇറങ്ങുന്നുണ്ട്. ശേഷം അവിടെ ഒരു ചെറിയൊരു ഒരു മതില് പോലുണ്ട്, അവിടെ ഒന്ന് ഇരിക്കാട്ടോ. ആര്യന് നിൽക്കണ്ട. അച്ഛാ എന്താ നല്ല വേദനയുണ്ടോ അച്ഛാ? ടാക്സി എന്തെങ്കിലും വിളിക്കണോ അച്ഛാ എന്ന് പറയുമ്പോ ഒന്നും ഇല്ലടാ, ചെറിയൊരു വേദന പോലെ. അല്ല ആര്യ, എനിക്ക് ഒരു അസുഖം വരുമ്പോഴോ ഒരു അസ്വസ്ഥത വരുമ്പോഴല്ലേ മനുഷ്യർ പല കാര്യങ്ങളും ചിന്തിക്കണത്. ഞാൻ അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു ആര്യ. നിന്നോട് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. നിന്നെ ശരിക്കും ഞാൻ വഴക്ക് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മക്കളിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞേക്കണത് നിന്നെയാണ്. അച്ഛാ അതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയണ ആര്യ? ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. കാര്യങ്ങൾ എല്ലാം ചെയ്തു വെക്കണം. ആര്യ, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെയും മിത്രയുടെ വിവാഹം കഴിഞ്ഞില്ലേ, അതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്കൊന്ന് തരണം. അതെന്തിനാ അച്ഛാ ആ സർട്ടിഫിക്കറ്റ്? എന്താ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലേ? അത് അച്ഛാ എന്താ നീ പറയുന്നത്? അതോ അച്ഛാ അത് സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ല അച്ഛാ. എന്താ ആര്യ നീ പറയണത്? ഇത് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുള്ളതല്ലേ. എപ്പോഴെന്താ ആവശ്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് കുറച്ച് രേഖകളൊക്കെ മക്കളുടെ പേരിൽ എഴുതി വെക്കണം. മരുമക്കളെ കൂടി കൂട്ടിയിട്ട് വേണം എഴുതി വെക്കാനായിട്ട്. അതാ വിവാഹ സർട്ടിഫിക്കറ്റ് ചോദിച്ചത്. അച്ഛാ അത് ഞാൻ എത്രയും പെട്ടെന്ന് എടുക്കാച്ച. അല്ലെങ്കിൽ നീ പറ ഏത് അമ്പലത്തിലെ വിവാഹം നടന്നെന്നോ, അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസ് എങ്കിൽ രജിസ്റ്റർ ഓഫീസ് പറ, ഞാൻ പോയി അന്വേഷിച്ച് വാങ്ങിച്ചോളാം. വേണ്ടച്ച, ഞാൻ തന്നെ ചെയ്തോളാം. എല്ലാ ആര്യ, നിങ്ങളുടെ വിവാഹം നടന്നത് അമ്പലത്തിലാണോ രജിസ്റ്റർ ഓഫീസ് വെച്ചിട്ടാണോ എന്ന് ബാലൻ ചോദിക്കുമ്പോ അത് അച്ഛാ അത് നിങ്ങളെ പറഞ്ഞോണ്ടിരിക്കട്ടെ. അപ്പൊ തന്നെ ബാലന് മനസ്സിലായി എന്തോ വലിയ രഹസ്യം ഒളിക്കുന്നുണ്ടെന്ന്. എന്താ ആര്യ, നീ എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഒന്നുമില്ല അച്ഛാ എന്ന് പറയാണ്. പിന്നെ എന്താണ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും നീ എത്രയും പെട്ടെന്ന് ആ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് തരണം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ പല ആൾക്കാരുടെ പേരിൽ എഴുതി വെക്കണേ. അതിനുവേണ്ടി ആ സർട്ടിഫിക്കറ്റ് ചോദിക്കണം. നിന്റെ പേര് മാത്രമല്ല, നിന്റെയും മിത്രയുടെ പേരിൽ ഒരുമിച്ചാണ് എഴുതണത്. അതുപോലെ തന്നെ ആകാശം മീനാക്ഷി ആണെങ്കിൽ അങ്ങനെ അതുപോലെ ചെയ്യാനായിട്ടാണ്. ശരി അച്ഛാ, ഞാൻ അതൊക്കെ പിന്നീട് ആലോചിക്കാം. അച്ഛനിപ്പോ ആദ്യം വണ്ടി കയറുന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ദേവി ബാലനെ വിളിക്കുന്നുണ്ട്. ഹലോ ബാലച്ച. ദേവി മോളെ എന്താ? അല്ല ബാലച്ചൻ കടയിലേക്ക് വന്നില്ലല്ലോ, എന്തു പറ്റിയും? അതേ മോളെ, എനിക്ക് ചെറിയൊരു വേദന. അയ്യോ എന്തു പറ്റി ബാലച്ച? അല്ല നടുവിനെ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നു. അയ്യോ ബാലച്ച ഞാൻ വരണോ? വേണ്ട, ആര്യനുണ്ട് കൂടെ, ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവാ, ഞാൻ കടയിലേക്ക് ഇല്ല മോളെ. ശരി ബാലച്ച എന്ന് പറയണം. അല്ല മോള് പറഞ്ഞില്ലേ വീട്ടില് ഒന്ന് അമ്പലത്തിലൊക്കെ പോണെന്ന്, നമുക്ക് ഗുരുവായൂർ പോയാലോ? ഗുരുവായൂരോ? എന്തിനാ അത്ര ദൂരെ പോണെന്ന് ദേവി ചോദിക്കുമ്പോ ഗുരുവായൂരാകുമ്പോഴേ കുറച്ച് നല്ലതാണല്ലോ. ഗോമതിക്കും ഗുരുവായൂർ ഭയങ്കര വിശ്വാസമാണ്. അവൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് ഗുരുവായൂർ തന്നെ പോകാം എന്ന് ബാലൻ ദേവി എടുത്ത് ഫോണിൽ പറയണം. ഗുരുവായൂരിന്ന് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ആര്യനെ ചെറിയ മുഖത്തൊക്കെ ഒരു ഭാവവ്യത്യാസം ഉണ്ട് കേട്ടോ. അതൊക്കെ ബാലൻ മനഃപൂർവ്വം പറയണം, ബാലൻ അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ശേഷം ഫോം വെക്കാണ്. എന്താ ആര്യ, നമുക്ക് ഗുരുവായൂർ പോയിട്ട് ഒന്ന് അവിടേക്ക് തൊഴുതിട്ട് വരണം, നല്ലതല്ലേ? നല്ലതാച്ച എന്ന് പറയാണ്. എന്നാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ബാലനും അതുപോലെ തന്നെ ആര്യനും കൂടെ അവിടെ നിന്ന് പോകണ്ട്. ആര്യന്റെ മനസ്സിൽ ചെറിയൊരു എന്തൊക്കെയോ പോലെ തോന്നുവാട്ടോ. അങ്ങനെ അവരങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അതേസമയം മീനാക്ഷിയും ആകാശം കൂടിയിട്ട് മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ബെല്ലടിക്കുമ്പോ അമ്മയാണ് വാതിൽ തുറക്കണം. വാ അകത്തേക്ക് വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അച്ഛനെ വിളിക്കുന്നുണ്ട്. മക്കളെത്തിയോ? വാ. എന്താ മീനാക്ഷി ആകാശം പെട്ടെന്ന് ഒരു പതിവില്ലാതെ? അല്ല നിങ്ങൾ നിങ്ങളുടെ കാർ എടുക്കാതെയാണോ വന്നത്? അത് അച്ഛാ, ആകാശ് ഡ്രൈവിംഗ് പഠിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയ്ക്കാ വന്നത്. ഡ്രൈവിംഗ് പഠിച്ചില്ലെങ്കിൽ എന്താ, എത്രയും പെട്ടെന്ന് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനാണെങ്കിൽ വലിയ ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ട് വന്നുകൂടായിരുന്നോ? അത് അച്ഛാ, ഞങ്ങൾ പെട്ടെന്ന് വന്നതാണ്. പെട്ടെന്ന് അച്ഛനൊന്ന് കാണണോന്ന് തോന്നി. അച്ഛാ, ഇന്നലെ കടയിലുണ്ടായ സംഭവത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. അച്ഛനത് മനസ്സിൽ വിചാരിക്കല്ലേ.
അത് ചെറിയൊരു വിഷമമായി അച്ഛനും, എന്നാലും കുഴപ്പമില്ല മക്കളെ, എനിക്ക് ആകാശിന്റെ കാര്യം ഓർത്തിട്ട് ആ വിഷമം എന്ന് മീനാക്ഷിയുടെ അച്ഛൻ പറയാണ്. അതെന്താ ആകാശിന്റെ കാര്യം ഓർത്തിട്ട് അച്ഛൻ ഇത്ര വിഷമിക്കണത്? അല്ല, ഇവനല്ലേ ശരിക്കും പറഞ്ഞാൽ കടയിൽ ഇരിക്കേണ്ടത്, പക്ഷെ ആ ദേവിനെ കൊണ്ട് ഇരുത്തിയില്ലേ, അത് ഓർത്തിട്ട് എനിക്ക് വിഷമം. അച്ഛാ, അത് ദേവിനെ ഇരുത്തിയതല്ല അച്ഛാ, ദേവിയുടെ ഇരുത്തിയതല്ല അച്ഛാ എന്ന് ദേവി മീനാക്ഷി പറയുന്നുണ്ട്, തിരുത്തുന്നുണ്ട്. അത് അച്ഛൻ ഇരുത്തിയതൊന്നും അല്ല, ദേവിയുടെ അങ്ങോട്ട് പോയി പറഞ്ഞു ഇരുന്നോട്ടെ എന്ന്. പിന്നെ അച്ഛനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയോട് ഇരുത്തിയെന്നുള്ളൂ. ദേവി അങ്ങനെ ചോദിക്കുമ്പോ ബാലൻ എന്താ പറയേണ്ടത്? വേണ്ട, അങ്ങനെ ഇരിക്കേണ്ട, അവിടത്തെക്കാളോ ദേവിനേക്കാളോ എക്സ്പീരിയൻസ് എന്തായാലും ആകാശിനുണ്ടല്ലോ, ആകാശല്ലേ അവിടെ ഇരിക്കേണ്ടത്. അല്ല, നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ, നിനക്കറിയില്ലേ നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ പ്രൊമോഷൻ കൊടുക്കുക, അല്ലാതെ പെട്ടെന്ന് വന്നവർക്ക് പ്രൊമോഷൻ കൊടുക്കോ? ഇല്ലല്ലോ. അച്ഛൻ അത് പറഞ്ഞൊക്കെ ശരിയാ, പക്ഷെ ദേവിയെടുത്തി അങ്ങനെ 1-2 ദിവസം അച്ഛനെ വയ്യാതിരിക്കണോണ്ട്, നടുവിന് വയ്യാതിരിക്കണോണ്ട് മാത്രം പോയെന്നേ ഉള്ളൂ. എന്നാലും ബാലനെ വിളിച്ചിട്ടൊരു സോറി എങ്കിലും പറയായിരുന്നു എന്ന് അമ്മ പറയുമ്പോഴേക്കും മീനാക്ഷി പറയണ്ട, അച്ഛനെ വയ്യാത്തോണ്ടാണ്, നടുവിനല്ലേ വയ്യായിക, ഫോൺ വിളിച്ച് പറയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വിടച്ച, എന്തായാലും നടന്നു, ഞങ്ങളോട് ക്ഷമിക്കച്ച എന്നൊക്കെ പറയണത്. സാരില്ല മക്കളെ, നിങ്ങൾ അതിന് എന്ത് തെറ്റാ ചെയ്തത് എന്ന് പറയാടെ. എന്തായാലും എനിക്കൊരു അഭിപ്രായം നിങ്ങളടുത്ത് പറയാനുണ്ട്. നിങ്ങൾ ഇനി ഗോമതി സ്റ്റോഴ്സ് അതൊന്നും നിങ്ങൾ സ്വപ്നം കാണണ്ട, അതാ ദേവി മാനൊന്നും എടുക്കും എന്ന് പറയുമ്പോ ആകാശ് പറയണ്ടേ, ഒരിക്കലും അവരതെടുക്കില്ല, അവരെടുക്കാനെ സമ്മതിക്കില്ല. ആകാശെ, ചിലപ്പോ നിനക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല, നിന്റെ അച്ഛന്റെ തീരുമാനമായിരിക്കും അത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ ഗോമതി സ്റ്റോഴ്സ് മറന്നേക്ക്, നിങ്ങൾക്ക് നല്ലൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ടുതരാം, നിങ്ങൾ ഒരു മുതൽ മുടക്കും ചെയ്യണ്ട, ഞാൻ തന്നെ പൈസ മുടക്കി നല്ലൊരു സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ 2 പേരുടെ പേരിൽ എഴുതി തരാം, എന്ത് പറയുമെന്ന് ചോദിക്കുമ്പോ അതൊന്നും വേണ്ട ചെന്ന് മീനാക്ഷി പറയണം. പക്ഷെ ആകാശം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ മീനാക്ഷി ചെന്നേ, ഇത് എന്റെ തീരുമാനമാണ്, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് എന്നൊക്കെ പറയാണ്. അങ്ങനെ മീനാക്ഷിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ മീനാക്ഷിക്കും അതുപോലെ തന്നെ ആകാശിന്റെ പേരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഇടാൻ വേണ്ടി പോകുവാട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ ഇത്രയും ഭാഗങ്ങൾ ഓവറോൾ കാണിച്ചുള്ളൂ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് നമ്മുടെ മീനാക്ഷി അതുപോലെ തന്നെ ആകാശം കൂടെ തിരിച്ച് കടയിലൊക്കെ പോകുന്നുണ്ട്. മീനാക്ഷി ജോലിക്കും പോകുന്നു. പക്ഷെ ആകാശിനെ ദേവീന്റെ ഒരു സംശയം, ദേവീനെ എങ്ങനെയെങ്കിലൊക്കെ അച്ഛൻ വെറുക്കണം, അതിനുവേണ്ടി ദേവിയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടുപിടിക്കണം എന്ന് ആകാശം മനഃപൂർവ്വം കരുതിക്കൂട്ടി ദേവിയുടെ വീടിന്റെ അടുത്തേക്ക് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. കാരണം ദേവിനെ കുറിച്ച്, കുടുംബത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് അച്ഛനെ അറിയിക്കാലോ, അങ്ങനെയെങ്കിലും അച്ഛനെ ദേവിയുടെ ആ ഒരു ഇഷ്ടം ചെറുതായിട്ടൊന്ന് കുറഞ്ഞാലോ എന്ന ആലോചനയാണ് ആകാശ് അങ്ങനെ ചെയ്യണട്ടോ. അങ്ങനെ ആകാശ് തന്നെയാണ് ദേവിയെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാൻ പോണത്. പക്ഷെ അതിനു മുമ്പേ ബാലനും ചില സംശയങ്ങളൊക്കെ ഉണ്ട്, ഈ ഉദയഭാനു ഒരു ഉടായ്പാണോന്ന്. അങ്ങനെ ബാലനും സത്യങ്ങളൊക്കെ അറിയും ആ സമയം തന്നെ നമ്മുടെ ആകാശും സത്യങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ ബാല വേറെ കുറെ സത്യങ്ങൾ അറിയണ്ട്. ആദ്യം അറിയാൻ സത്യം, ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ടാണ് നമ്മുടെ മിത്രയുടെയും ആര്യന്റെയും വിവാഹം കഴിഞ്ഞെന്ന്. അത് ആര്യന് ഒട്ടും ഇഷ്ടമല്ലാതെ ഗോമതി ആര്യന്റെ കാല് പിടിച്ചിട്ടാണ് മിത്രയുടെ കഴുത്തിൽ താല് ചാർത്തി കൊടുത്തത് എന്നുള്ള സത്യം അറിയണം. അതറിയുമ്പോഴേക്കും എന്തായാലും ബാലൻ ഗോമതിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. എത്രയൊക്കെ ഭാര്യയാണ്, മകളാണ്, അമ്മയാണെന്നൊക്കെ പറഞ്ഞാലും വലിയൊരു ചതിയാണ് തന്റെ മകനോട് ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെടാത്തൊരു വിവാഹം കായും കാലും പിടിച്ച് നടത്തി കൊടുത്തു, അവന്റെ ഭാവി തൊലച്ചു എന്നൊക്കെയായിരിക്കും ബാലൻ പറയാൻ പോണത്. മിത്രയും ആര്യനിപ്പോ സ്നേഹത്തിലാണെന്ന് തന്നെ ഇരിക്കട്ടെ, സ്നേഹത്തിലാണ്. പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ, ആര്യൻ പഠിപ്പ് മുടക്കിയത് ഈ കാരണം കൊണ്ടിട്ടാണ്. ആര്യന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം തകർന്നു. അപ്പൊ എല്ലാത്തിനും ചെറിയൊരു കാരണം ഗോമതിയാണല്ലോ. ഇതെന്തായാലും ബാലൻ വെറുതെ വിടില്ല. പിന്നെ ദേവിനെ കുറിച്ചുള്ള സത്യങ്ങളും അറിയാൻ പോവാണ്. ദേവിയുടെ ഫാമിലി ലോകൂടായ പണുള്ള സത്യം അതും കൂടി അറിയുമ്പോഴേക്കും ബാലശേഖം തകർന്ന് വീഴാൻ പോകുവാട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളിൽ വരാൻ പോണത്. പിന്നെ അടുത്ത ആഴ്ച, അതായത് ഈ ആഴ്ചയല്ല, നെക്സ്റ്റ് വീക്ക് തിങ്കളാഴ്ച മുതൽ, ഇനി വരാൻ പോണ തിങ്കളാഴ്ച, അത് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച മുതൽ ഈ സീരിയലിന്റെ ടൈം മാറുന്നുണ്ട്. എപ്പോഴാന്ന് കൺഫേം പറഞ്ഞിട്ടില്ല. 7 മണിക്ക് പുതിയ സീരിയൽ ആയിരിക്കും വരുന്നത്, ജോയ്സിന്റെ സീരിയൽ ആയിരിക്കും വരാൻ പോണത്. അപ്പൊ ഈ സീരിയൽ രാത്രിയിലേക്കാണ് ഉച്ചക്കത്തേക്കാണ് മാറ്റണമെന്ന് അറിയില്ല. ടൈം അറിയുമ്പോ എന്തായാലും പോസ്റ്റ് ഇടാൻ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.